വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ള ലഞ്ചും അതുപോലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് ഹെൽത്തി ആയിട്ട് എന്നാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കുറച്ച് സോയാ ചങ്ക്സ് എടുക്കുന്നുണ്ട്. ഇത് വളരെ ചെറിയ ടൈപ്പ് സോയാ ചങ്ക്സ് ആട്ടോ എടുത്തിട്ടുള്ളത്. സോയാ ചങ്ക്സ് നമുക്ക് പല വലുപ്പത്തിൽ അവൈലബിൾ ആണല്ലോ. ഇത് വളരെ ചെറുതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്തൊന്നും എടുക്കണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിയുമ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് വരും. ആ ടൈമിൽ നമുക്ക് കുറച്ച് നോർമൽ വാട്ടർ കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ടെടുക്കാം കേട്ടോ. അങ്ങനെ വെള്ളം കളഞ്ഞെടുത്തതിലേക്ക് ഇതാ കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയോ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്തതിൽ ഒരു മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് മല്ലിയില കഴുകിയെടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ നൈറ്റ് ഇതുപോലെ കുറച്ച് വിനെഗർ ഒഴിച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ മോർണിംഗിൽ ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് ഒരു ബോക്സിലായിട്ട് മാറ്റി ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ദിവസം നമുക്കിത് കേടാവാതെ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒരു കുക്കർ വെക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗീയിലേക്ക് മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിതാ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് സോട്ടായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെമൺ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ബസ്മതി റൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കർ അങ്ങനെ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കോൺ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വേവിക്കാൻ വെക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേവിക്കാതെ സ്റ്റീം ചെയ്തിട്ടെടുത്താലും മതി. സോയാ ചങ്ക്സ് ഇതുപോലെ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്.
സോയ ചങ്ക്സ് ഇതുപോലെ നല്ല രീതിയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 എഗ്ഗും കൂടി ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം സോട്ട് ചെയ്ത് വന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇത്രയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ ഇട്ടിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് എല്ലാ പൊടികളും വളരെ കുറച്ചാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കേണ്ടതുകൊണ്ടാണ് എല്ലാം വളരെ എരിവ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ചപ്പാത്തി മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് എടുക്കാം കേട്ടോ. വീണ്ടും നമ്മളിതാ ഇതുപോലെ എഗ്ഗ് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് വെച്ചത് നമ്മളിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തിരിച്ചിട്ടിട്ട് 2 ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഗ്ഗിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ചപ്പാത്തിയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഈസി ചപ്പാത്തി എഗ് റോള് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ സാലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പൾസസ് ലൈക്ക് ചിക്ക് പീസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഇതൊട്ടും ഹെൽത്തി അല്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. പിന്നെ ഞാനിവിടെ രാവിലെ കുട്ടികൾ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനുള്ള ധൃതിയിൽ ഇവരങ്ങനെ സാലഡ് കാര്യങ്ങളൊന്നും കഴിച്ചുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ച് സോസ് ഒന്ന് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം സോസ് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒട്ടും ഹെൽത്തി അല്ല നമ്മളങ്ങനെ കഴിക്കുന്നത്. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് രണ്ടാൾക്കും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതാ ഇവിടെ തക്കാളി വഴണ്ട് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഈ ഒരു ഡ്രൈ ആക്കി വെച്ചേക്കണ സോയാ ചങ്ക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് നല്ല രീതിയിലൊന്ന് മിക്സായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂണോളം കേർഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടും കൊടുക്കാം. അങ്ങനെ നമ്മൾ വെന്ത് വന്ന റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും മുകളിലിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ കിസ്മിസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് റൈസ് അല്ലെങ്കിൽ സോയ ചങ്ക്സ് ബിരിയാണി നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലഞ്ചിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ സാലഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, സവാള, ഗ്രീൻ ചില്ലി, കോൺ, പിന്നെന്താണ് കൊറിയാണ്ടർ ലീവ്സ്, ഇത്രയാട്ടോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സത്യത്തിൽ ഈ സാലഡ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. കാണാൻ വേണ്ടിയിട്ട് യെല്ലോ, റെഡ്, ഓറഞ്ച്, ഗ്രീൻ ഈ കളറെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയും കൂടെയാണ് കേട്ടോ ഈ ഒരു സാലഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനെഗർ അതുപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വിനെഗറിന് പകരം ലെമൺ ജ്യൂസ് ആഡാക്കി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ പോയി കഴിയുമ്പോഴേക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാനെന്തായാലും ഒരു ചപ്പാത്തി അതുപോലെ തന്നെ ഓംലെറ്റ് പിന്നെ ഈ ഒത്തിരി സാലഡ്, കുറച്ച് സാലഡ് അധികവും എടുത്തിട്ടാട്ടോ കഴിക്കൽ.
പിന്നെ ഇത് ഞാൻ ലഞ്ച് ടൈമിലേക്ക് ലഞ്ച് സെർവ് ചെയ്യലാണ് കേട്ടോ. നമ്മുടെ സോയ ചങ്ക്സ് റൈസ് ഇതുപോലെ ഞാനൊരു അളവിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആട്ടോ എടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ക്വാണ്ടിറ്റി കഴിക്കാനും പറ്റും. ഓവറായിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളാണ്, അതിലേക്ക് കുറച്ച് റൈസ് നമ്മളിതുപോലെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തേക്കാണ് കേട്ടോ. പിന്നെ കുറച്ചധികം സാലഡും പിന്നെ സൈഡായിട്ട് ഇതുപോലെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള കേർഡും പിന്നെ ഡേറ്റ്സിൻ്റെ അച്ചാറും പിന്നെ ലെമൺ അച്ചാറും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളങ്ങനെ ഫുഡ് കഴിക്കലാണ് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ചൊക്കെ ഇതുപോലെ, ഇത് ഭയങ്കര ഹെൽത്തി എന്നൊന്നും ഞാൻ പറയണമെന്നില്ല, നമ്മൾ ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ഇതുപോലുള്ള ഐറ്റംസൊക്കെ വെജിറ്റബിൾസും ഐറ്റംസൊക്കെ ആഡാക്കിയിട്ട് കഴിക്കാൻ നോക്കുക. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയായാലും അൺഹെൽത്തി ഫുഡ്, ജങ്ക് ഫുഡൊക്കെ കടന്നു വരാറുണ്ട്. അപ്പം അതൊന്നും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് ഫുഡ് കൺട്രോൾഡായിട്ട് അതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ബൈ.